Hey all, this is me Arun here, your coach, your mentor, your trainer in trading. അപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതിൽ നമ്മൾ സ്പെസിഫൈഡ് ആയിട്ട് പറയുക ധൻ യൂസ് ചെയ്യുക എന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട്. കാരണം കുറച്ചധികം അഡ്വാൻറ്റേജസ് ഉണ്ട് ബാക്കിയുള്ള ബ്രോക്കേഴ്സിൽ നിന്ന് തന്നെ. ഏറ്റവും വലിയൊരു കാര്യം സിംഗിൾ മാർജിൻ ആണ്. അതായത് നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഇക്വിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യാനും കമ്മ്യൂണിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യാനും രണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആണ് വേണ്ടത്. ബാക്കിയുള്ള ബ്രോക്കേഴ്സ് ചിലപ്പോൾ സിറോദ ആണെങ്കിലും അപ്സ്റ്റോക്സ് ആണെങ്കിലും അതിനെല്ലാം നമുക്ക് സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആണ് വേണ്ടി വരിക. ബട്ട് എന്നാൽ ധന്നില് നമുക്കിവിടെ സിംഗിൾ മാർജിനാണ് വരുന്നത്. ഒരൊറ്റ അക്കൗണ്ടിൽ മാത്രം നമ്മൾ ഫണ്ട് ലോഡ് ചെയ്താൽ മതി. നമുക്ക് കമ്മോഡിറ്റീസിലും ഇക്വിറ്റിയിലും അറ്റ് എ ടൈം തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ലെറ്റ്സ് സേ നമുക്ക് ഓപ്ഷൻ ചെയിനിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നുണ്ട്. എക്സ്ട്രാ ഇതൊക്കെ എനിക്ക് ബെറ്റർ ഫീച്ചർ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. ധന്നിന്റെ റെഫറൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് കൊണ്ട് തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. കുറച്ചധികം അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. എസ്പെഷ്യലി ആ ലിങ്ക് കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരു 10 days നിങ്ങൾ ട്രേഡ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട്സ് നമുക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു മാസത്തെ ട്രേഡ് മാക്സ് അക്കാഡമിയുടെ പ്രീമിയം മെമ്പർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. നേരെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്ട്ലി ഈ ഒരു പേജിലോട്ടായിരിക്കും വരിക. ഇവിടെ സ്റ്റാർട്ട് ട്രേഡിംഗ് ഓൺ ധൻ എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. ദെൻ ലാസ്റ്റ് ഈ ഒരു QR നമുക്ക് ഹൈഡ് ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ നമ്മളുടെ നമ്പർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മുടെ നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ പ്രൊസീഡ് കൊടുക്കുക. OTP നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. റൈറ്റ്, OTP. സോ നമുക്ക് OTP വരിക. നമ്മളിവിടെ ഡയറക്റ്റ് OTP കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ മെയിൽ അഡ്രസ്സ്, അതായത് ഇത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന മെയിൽ ആണെങ്കിൽ സൂപ്പർ ഗ്രേറ്റ്, അത് തന്നെ നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാറും പാനുമായിട്ട് ലിങ്ക് ചെയ്ത നമ്പർ തന്നെ ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ മെയിൽ ID നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ നമ്മുടെ മെയിൽ ID നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക. ആ മെയിൽ IDയിലോട്ട് അപ്പോൾ നമുക്ക് വേറൊരു OTP കൂടെ വരുന്നതായിരിക്കും. അതുകൂടെ നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു OTP കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നേരെ അടുത്തത് സെറ്റ് പിൻ ഫോർ യുവർ അക്കൗണ്ട് എന്ന രീതിയാണ് വരിക. നമ്മളപ്പോൾ പിന്നായിട്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു നമ്പർ കൊടുക്കുക. റൈറ്റ്, ഗുഡ്. അത് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രിഫർ ചെയ്ത നമ്പർ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. അത് നേരെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഫിനിഷ് KYC. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ KYCയുടെ പേജിലോട്ട് പോകുന്നതായിരിക്കും. നമ്മൾ ആ ഒരു പിൻ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ പാൻ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ പാൻ നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഇവിടെ തന്നെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്. സോ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. അതിലൊരു ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരരുത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക. ദെൻ അടുത്ത നമ്മുടെ ആധാർ നമ്പർ നമ്മളിവിടെ ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സോ ആധാർ നമ്പർ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത്, അതായത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ആ ഒരു ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിലോട്ട് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള നമ്പറിലോട്ടായിരിക്കും OTP വരിക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ ലോഗിൻ ചെയ്തത് ആ നമ്പർ കൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ളത്, OTP. സോ അത് കഴിഞ്ഞ ഉടനെ ഡയറക്റ്റ് വരുന്നത് നമ്മൾ ഡേറ്റാസ് ഫെച്ച് ചെയ്യാനായിട്ട് ഡിജി ലോക്കറിൽ നിന്ന് ഫെച്ച് ചെയ്യാനായിട്ട് ഒരു പിന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഡിജി ലോക്കറിന്റെ പിന്നാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ലെറ്റ് ബി ട്രൈ. ഇത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡേറ്റാസ് ഇത് നമ്മളെല്ലാം അലോ ചെയ്ത് കൊടുത്തേക്കുക. ഓട്ടോമാറ്റിക്കലി ഡിജി ലോക്കറിൽ നിന്ന് നമ്മുടെ ഡേറ്റാസ് ഫെച്ച് ചെയ്യുന്നതായിരിക്കും. സോ എന്താണ് ഡിജി ലോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡേറ്റാസ് ഗവൺമെന്റ് അംഗീകൃതമായിട്ടുള്ള ഒരു സെർട്ടൈൻ ഒരു സൈറ്റ് പേജാണ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള എല്ലാം ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഇത് മതി. ഇപ്പം നമ്മുടെ കയ്യിൽ ഫിസിക്കലായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ നമ്മൾ ഇത് എല്ലായിടത്തും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് വർക്ക്ഔട്ട് ആകുന്നതായിരിക്കും, യൂസ്ഫുൾ ആകുന്നതായിരിക്കും. ഇപ്പം ലെറ്റ്സ് എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിജി ലോക്കർ വെച്ച് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് നോക്കി നോക്കാം. ഡിജി ലോക്കർ ഡേറ്റ ഇവിടെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, അവിടെ ഫെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മളുടെ പാൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഫോട്ടോ എടുത്തിട്ട് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റൈറ്റ്, ഗുഡ്. യെസ്, പാൻ നേരെ ആഡ് ചെയ്യുകയാണ്. സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ്. ഡൺ. അടുത്ത നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫെച്ച് ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മാരിഡ് ഓർ അൺമാരിഡ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുക. മെയിലോ ഫീമെയിലോ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ ഹിയർ ഡീറ്റെയിൽസ് അല്ല ഫാദേഴ്സ് നെയിം നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മളിവിടെ ഡീറ്റെയിൽസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അത് കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരു ഫോട്ടോ നമ്മൾ ഇതിനകത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ലൈവ് ക്യാപ്ചർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ടു, ഇതിനകത്ത് തന്നെ ഇവർ കാണിക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ഫേസിൽ തന്നെ വരണം. സൈഡിലൂടെ ചരിഞ്ഞൊന്നും എടുക്കരുത്. കാരണം പിന്നീട് നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു 24 hours എടുക്കും നമുക്കിത് ഓപ്പൺ ആകാനായിട്ട്. ലൈറ്റ്ലി ഇതിനകത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ കാരണം പിന്നെ നമുക്കൊരു അനന്തർ 24 hours എടുക്കും. സോ ബെറ്റർ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക, കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുക. ലെറ്റ്സ് സീ. അത് കഴിഞ്ഞാലുടനെ നമ്മൾ സൈൻ ചെയ്യുക. ഒരു വെള്ള പേപ്പറെ നല്ല സൈൻ ചെയ്ത് അതൊരു ഫോട്ടോ എടുത്തിട്ട് അതും നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സി ഹിയർ, ഞാൻ ഓൾറെഡി ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്, ഡൺ.
ഇനി അടുത്ത ബാക്കി കാര്യങ്ങൾ പ്ലീസ് സെലക്ട് ആപ്ലിക്കേഷൻ. ഇത് അതായത് ഈ ഡീറ്റെയിൽസ് ഫുൾ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ ആനുവൽ ഇൻകം എത്രയാണെന്ന് കൊടുക്കുക. ഇത് കറന്റ് ഇപ്പം നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് ഞാനിപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓക്യുപ്പേഷൻ എന്താണെന്ന് കറക്റ്റിൽ കൊടുക്കുക. എന്താണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ, പബ്ലിക് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കറന്റ് കൊടുക്കുക. പ്രൈവറ്റ് സെക്ടർ സർവീസസ് ആണോ, എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഫൈൻ. പ്രൊഫഷണൽ ആകാം, ഇപ്പോൾ റിട്ടയർഡ് ആകാം, ഹൗസ് വൈഫ് ആകാം, വാട്ടർ ബീറ്റീസ് നിങ്ങൾക്ക് അത് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ട്രേഡിംഗ് എക്സ്പീരിയൻസ് 1 to 5 years 5 years ഒട്ടും തന്നെ ഇല്ലെങ്കിൽ നിൽ എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പിന്നെ അടുത്ത പേജിലോട്ട് പ്രൊസീഡ് ചെയ്യുക. അടുത്ത എല്ലാ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് മിനിമം 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കണം. ആ ഒരു കണ്ടീഷൻ കമ്പൽസറി ആണ്. ഫ്രഷ് ആയിട്ടൊരു അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. മിനിമം 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അതും ഒരു 10,000 rupees എങ്കിലും ട്രാൻസാക്ഷൻ നടന്നതായിരിക്കണം. അത് നമ്മൾ നേരെ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതില്ലെങ്കിൽ നമ്മളുടെ വേറെ ITR ഫയൽ ചെയ്തോ സാലറി സ്ലിപ്പോ കുറച്ചധികം കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടത്. ബട്ട് എന്നാൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുക. അത് നേരെ അപ്ലോഡ് ചെയ്യുക. നമ്മൾ നേരെ ആ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് 6 months തന്നെ വേണം. അതും 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ അതിൽ നടന്നിരിക്കണം. ദാറ്റ്സ് ഇറ്റ്, ഡൺ. സീ ഹിയർ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു ഏത് അക്കൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് വെരിഫൈ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. UPI വഴി വെരിഫിക്കേഷൻ നടക്കും. നമുക്കല്ലാതെ IFSC അക്കൗണ്ട് നമ്പറും വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബട്ട് എന്നാൽ UPI ഇപ്പോൾ എല്ലാവരും നമ്മൾ UPI വഴിയാണ് ചെയ്യുന്നത്. സോ UPI വെരിഫിക്കേഷൻ നമുക്കിവിടെ നടത്താവുന്നതാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് വേറൊന്നുമില്ല, ഈ ഒരു QR കണ്ട് നമ്മൾ ഏത് അക്കൗണ്ടിൽ, ഇപ്പം SBI ആണെങ്കിൽ ഇപ്പം കറന്റ് SBI ആണ് അറൗണ്ട് ചെയ്തിട്ടുള്ളത്, ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ വേണം ഈ 1 രൂപ നിങ്ങൾ അയക്കേണ്ടത്. ചിലപ്പോൾ മാറിപ്പോയി കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആകുന്നതായിരിക്കില്ല. ലെറ്റ്സ് സീ. സോ ആ ഒരു പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പേജ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഡൺ. സി അതുകൊണ്ടോ ബാങ്ക് വെരിഫൈഡ് ആയിട്ടുണ്ട്. പ്രൊസീഡ് ടു നെക്സ്റ്റ് നമ്മൾ കൊടുക്കുക. സി ഒരു സൈൻ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇത് അക്സെപ്റ്റ് ചെയ്തു എന്നൊരു സംഭവം കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ മാത്രം മതി, അത് ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. ലാസ്റ്റ് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഈ ഒരു പേജിൽ. ആൻഡ് ലാസ്റ്റ് നമ്മൾ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ കൂടെ കൊടുത്താൽ മതി. ആൻഡ് ഐ എഗ്രി ദാറ്റ് കൊടുക്കുക. ദെൻ സൈൻ ഡോക്യുമെന്റ്. ഡൺ. സിമ്പിൾ. ഇവിടെ നമുക്ക് ആധാർ നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആധാർ നമ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു നമ്പർ റെസ്പെക്റ്റീവ് നമ്പറിലോട്ട് നമുക്ക് OTP നമുക്ക് വരുന്നതായിരിക്കും. സോ ഓക്കെ, ആധാർ നമ്പർ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻഡ് OTP നമ്മൾ നേരെ കൊടുക്കുക. OTP നേരെ നമുക്കിതിൽ വരുന്നതായിരിക്കും. സോ നമുക്ക് ആ OTP നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഡൺ, റൈറ്റ്. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഓൾമോസ്റ്റ് ഫൈൻ. ഡോക്യുമെന്റ് സൈൻഡ് എല്ലാം തന്നെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഈ ഒരു പേജ് നമുക്ക് ഫൈനലി വരുന്നതായിരിക്കും. നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ, ആ ഒരു പാസ്വേഡ് ഇവിടെ നമ്മളിവിടെ കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് കൊടുക്കുക. അതിന് അതിൻ്റെതായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതായത് മിനിമം 8 characters വേണം, മാക്സിമം 12 പറ്റത്തുള്ള ഒരു നമ്പറും വേണം, ഒരു ആൽഫബറ്റും വേണം. ഇത്തരം കാര്യങ്ങൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ലെറ്റ് മീ ഫിൽ. ഓക്കെ ഫൈൻ, ഹിയർ വി ഗോ. സോ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ടായിരിക്കും വരിക. അതായത് നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു പേജിലോട്ടായിരിക്കും വരിക. എക്സ്പ്ലോർ ഡൺ എന്ന രീതി വരുന്നുണ്ട്. നമുക്കിത് ടൈം എടുക്കും. ഒരു 24 hours കഴിയുമ്പോഴായിരിക്കും ഇത് ഫുള്ളി ആക്ടിവേറ്റഡ് ആകുന്നത്. അതുവരെ നമുക്ക് ജസ്റ്റ് ലൈക്ക് ഡൺ എക്സ്പ്ലോർ ചെയ്യാം, ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് ഹോം പേജിൽ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇവിടെ പോർട്ട്ഫോളിയോ, ഇപ്പോൾ കറന്റ്ലി നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ കാണാൻ കഴിയും. അതായത് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എത്രയുണ്ട്, കറന്റ് വാല്യൂ എത്രയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. then ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ ട്രേഡ് ചെയ്യാനായിട്ടോ ഇക്വിറ്റീസ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൽ വേണേൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ഓപ്ഷൻസിൽ പോകാം. അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് പൈസ ആഡ് ചെയ്യാനായിട്ട് ഇപ്പം നമുക്കത് സാധിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയുള്ളല്ലോ, നേരെ മെയിലിൽ പോയി ചെക്ക് ചെയ്താൽ അവർക്ക് ഓൾറെഡി നമുക്ക് മെയിൽ വന്ന് കാണും. നമുക്ക് ഇത്ര പേഴ്സിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കാണുമെന്ന് ധന്നിന്റെ മെയിൽ ഇപ്പോൾ തന്നെ വന്ന് കാണണം. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഹോമിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ദെൻ മാർക്കറ്റിൽ ഇതിനകത്ത് തന്നെ പല ടൈപ്പ് ലൈവ് മാർക്കറ്റ്, ഇപ്പം മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ആയിട്ട് ഇതിൻ്റെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മോസ്റ്റ് സെർച്ച്ഡ് കാണുന്നുണ്ട്, മോസ്റ്റ് ബോട്ട് സ്റ്റോക്ക് സോൾഡ് ചെയ്തത്, ഏറ്റവും കൂടുതൽ സോൾഡ് ചെയ്തത്. സോ ഇതൊരു ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുന്നതാണ്, തന്നെ ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓപ്ഷൻസിനാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഹയസ്റ്റ് OA ഗെയിനർ, OA ലൂസേഴ്സ്, ടോപ്പ് വോളിയം, ടോപ്പ് വാല്യൂ സ്റ്റോക്സ്, ഇതൊക്കെ ആയിരിക്കും നമുക്കിവിടെ കാണാൻ. ഇതുണ്ടോ വിത്ത് സ്ട്രൈക്ക് പ്രൈസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പോർട്ട്ഫോളിയോ പോകുമ്പോഴത്തേക്ക് നമ്മൾ
നമ്മൾ ട്രേഡ് ചെയ്തതിന്റെ നമുക്ക് സെർട്ടൻ ലെവൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. വാച്ച് ലിസ്റ്റിലും അതായിരിക്കും, ഓർഡേഴ്സിലും ഇത് തന്നെ ആയിരിക്കും. സോ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഡണ്ണിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളത്. മറക്കണ്ട, താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ഓടിപ്പോയി ജോയിൻ ചെയ്യുക. ഒരു മാസത്തെ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ലിമിറ്റഡ് ടൈം ഓഫറാണ്. സീ യു ദേർ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.